മീഡിയ വണ്ണിൻ്റെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പ്രോഗ്രാമിൽ ഹെയ്റ്റ് റിപ്പബ്ലിക് എന്ന തലവാചകത്തോടു കൂടിയ ഒരു പരിപാടി അവതരിപ്പിച്ച് കാണുകയുണ്ടായി. അതിൽ അവർ പറയുന്നത് ഇന്ത്യയിൽ വിദ്വേഷ പ്രസംഗങ്ങളുടെ എണ്ണം അമിതമായി വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്ക ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യ ഹെയ്റ്റ് ലാബ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ കണക്കുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ്. അതായത് 2023 കാലഘട്ടത്തിൽ ഏതാണ്ട് 600 ആയിരുന്നുവെങ്കിൽ 2024 ആയപ്പോഴത്തേക്കും അത് 1200 വരെ ആയി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹെയ്റ്റ് സ്പീച്ച് നേരത്തെയൊക്കെ സന്യാസിമാരുടെ ഭാഗത്തു നിന്നും വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോഴത് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുമായിരിക്കുന്നു എന്നുള്ളതാണ് അവർ പ്രത്യേകമായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന വസ്തുത. അവർ പറയുന്നത് 63 ഹെയ്റ്റ് സ്പീച്ചുകൾ നരേന്ദ്രമോദിജി നടത്തി, 71 യോഗി ആദിത്യനാഥ് നടത്തി, 43 അമിത്ഷാ നടത്തി എന്നുള്ളതാണ്. പ്രധാനമന്ത്രി 63 പ്രസംഗങ്ങൾ ഹെയ്റ്റ് സ്പീച്ച് നടത്തിയിട്ടുണ്ടെന്നാണ് കണക്ക്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? 63 ഹെയ്റ്റ് സ്പീച്ച് പ്രധാനമന്ത്രി നടത്തിയിട്ടുണ്ട്. ഈ തരത്തിൽ ഹെയ്റ്റ് സ്പീച്ചുകൾ ഇവിടെ നടക്കുന്നു, കൊടുമ്പിരി കൊള്ളുന്നു എന്നുള്ളതാണ്. പക്ഷേ അവർ ഹെയ്റ്റ് സ്പീച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഏതാണ്ട് അവർ തന്നെ പറയുന്നുണ്ട്. അതായത് മുസ്ലിങ്ങൾക്ക് നൽകുന്ന സംവരണത്തെക്കുറിച്ചുള്ളത്, മുസ്ലിങ്ങൾക്ക് ഇവിടെ ഭൂമി അധികമായിട്ട് സമ്പാദിക്കാനുള്ള അവസരങ്ങളെക്കുറിച്ചൊക്കെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ചാണ് ഈ ഹെയ്റ്റ് സ്പീച്ച് എന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. നമുക്കറിയാം ഇതെങ്ങനെ ഹെയ്റ്റ് സ്പീച്ചാകും. നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ ഭരണഘടന വിഭാവന ചെയ്യുന്ന തുല്യനീതി എന്നുള്ളതാണ്. ഇവിടെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനുമൊക്കെ തുല്യനീതി വേണം എന്നുള്ളതാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴത്തെ കേരള സർക്കാർ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ 80% മുസ്ലിങ്ങൾക്കും 20% ക്രിസ്ത്യാനിയക്കും ആയിട്ട് നിജപ്പെടുത്തുകയുണ്ടായി. ബുദ്ധൻ തുടങ്ങിയിട്ടുള്ളവരെയൊക്കെ പൂർണ്ണമായിട്ടും തഴഞ്ഞു. കേരള ഹൈക്കോടതിയിൽ ഇതിനെ ചലഞ്ച് ചെയ്തു, ഹൈക്കോടതി ഇതിനെ സെറ്റ് അസൈഡ് ചെയ്യുകയും ചെയ്തു എന്നുള്ളത് വസ്തുതയാണ്. നമുക്കറിയാം വഖഫ് ആക്റ്റിൽ കൊണ്ടുവന്ന 2013 ഭേദഗതി അനുസരിച്ച് ഏത് വസ്തുവും വഖഫ് ഭൂമിയായിട്ട് പ്രഖ്യാപിക്കാം. അതിൻ്റെ പരിണതഫലം നാം കണ്ടു. കേരളവും അനുഭവിക്കുന്നു. മുൻപത്തെ സ്ഥിതി ഇന്നും ഒരു വലിയ കിറാമുട്ടിയായി അവസാനിക്കുന്നു. തന്നെയല്ല, ചില മുസ്ലിം മതപണ്ഡിതന്മാർ ഇന്ത്യൻ പാർലമെൻറ്റ് നിൽക്കുന്നിടം, പ്രസിഡൻറ്റിൻ്റെ വസതി, ഇതെല്ലാം വഖഫ് ഭൂമിയാണെന്ന് പറയുന്നു. ഇതാ മഹാകുംഭമേള വന്നപ്പോഴത്തേക്കും ആ സ്ഥലവും എല്ലാം വഖഫ് ഭൂമിയാണെന്ന് പറയുന്നു. ഈ തരത്തിലുള്ള അവകാശവാദങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കും, അതിനെയൊക്കെ വിമർശിക്കും. അപ്പോൾ വഖഫിന് ഈ നിയമത്തെതിരെ വിമർശിക്കുമ്പോൾ, ഒരു പ്രസംഗങ്ങൾ നടത്തുമ്പോൾ മുസ്ലിം നിയമത്തെക്കുറിച്ചും അവരുടെ നിലപാടുകളെക്കുറിച്ചും പറയേണ്ടി വരും. അമിതമായി അവർക്ക് സംവരണാനുകൂല്യങ്ങൾ നൽകുമ്പോൾ മുസ്ലിങ്ങളുടെ പേരെടുത്ത് പറയേണ്ടി വരും. ഇതൊക്കെ ഹെയ്റ്റ് സ്പീച്ചിൻ്റെ പട്ടികയിൽപ്പെടുത്തി മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഹെയ്റ്റ് സ്പീച്ചുകളാണ് ഇവിടെ നടക്കുന്നത്. അത് ഭരണകർത്താക്കളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്നു എന്ന് പറയുന്നതിൽ യാതൊരു കഴമ്പുമില്ല. ഈ നടത്തുന്ന സ്പീച്ചസ് ഒന്നും ഹെയ്റ്റ് സ്പീച്ച് അല്ല. ദീസ് സ്പീച്ചസ് ആർ ടു അലേർട്ട് ദ പീപ്പിൾ what are the harmful activities against the other communities are going to be taken place here. അതാണ് സ്പീച്ച്. ദാറ്റ് ഈസ് നോട്ട് ഹെയ്റ്റ് സ്പീച്ച്. ടു അലേർട്ട് ദ പീപ്പിൾ, ആളുകളെ ബോധവൽക്കരിക്കുന്ന പ്രസംഗങ്ങളാണ്. അല്ലാതെ അത് അവരെ അപമാനിക്കുന്ന തരത്തിലുള്ള വിദ്വേഷത്തെ തുളുമ്പുന്ന തരത്തിലോ ഉള്ള സ്പീച്ചുകളല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ജനങ്ങളെ അലേർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ പിറവിക്ക് വേണ്ടി നിലകൊള്ളുന്ന സംഘടനകളുണ്ട്. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കണ്ടേ? അത് മുസ്ലിങ്ങൾക്ക് തന്നെ വിരുദ്ധമല്ലേ? ഇപ്പം നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ കണ്ടു, അവിടെ സ്ത്രീകൾ സംസാരിക്കുന്നത് പരസ്പരം കേൾക്കാൻ പാടില്ല എന്ന നിയമം കൊണ്ടുവന്നിരിക്കുന്നു. പാടാൻ പാടില്ല, കലാപരിപാടികളൊന്നും ഉൾപ്പെടാൻ പാടില്ല, പുറത്തിറങ്ങാൻ പാടില്ല. ഇതാണ് സ്ഥിതിവിശേഷം. ഈ തരത്തിലുള്ള നിയമങ്ങളൊക്കെ ഇന്ത്യയിലും വന്നു ഭവിക്കാൻ ഇടയുണ്ടാകും. അങ്ങനൊരു സ്ഥിതി വരരുത്. ആ നിലയിൽ
ആ ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയും അവരുടെ നിയമം നടപ്പിലാക്കുന്ന സംവിധാനങ്ങളെയും ഒക്കെ കുറിച്ച് വിമർശിക്കേണ്ടി വരും. അതൊന്നും ഹെയ്റ്റ് സ്പീച്ച് അല്ല സുഹൃത്തുക്കളെ. അതൊക്കെ ഈ രാജ്യത്തെ ജനങ്ങളെ അവർ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും എല്ലാ ആനുകൂല്യങ്ങളും സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും ലഭ്യമാകത്തക്ക തരത്തിലുള്ളൊരു നിയമ സംവിധാനം, ഒരു സാമൂഹിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് നടത്തുന്ന പ്രസംഗങ്ങളാണ്. അതൊന്നും വിദ്വേഷ പ്രസംഗങ്ങളല്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നിങ്ങൾക്കൊക്കെ ഉണ്ടാകണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.